ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. എരിശ്ശേരി തയ്യാറാക്കുന്നതിനായി നല്ല വിളഞ്ഞ മത്തങ്ങ ഒരു വലിയ കഷ്ണം, വൻപയർ 2 പിടി. ഇത് നന്നായി കഴുകിയ ശേഷം കുറച്ച് നേരം കുതിരാൻ വയ്ക്കുക. പിന്നെ ഒരു ചെറിയ ബൗൾ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. കുതിരാൻ വെച്ച വൻപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കീറിയിടാം. വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി തൊലി കളഞ്ഞെടുത്ത മത്തങ്ങ കഷ്ണങ്ങളാക്കിയെടുക്കാം. നല്ല വിളഞ്ഞ മത്തങ്ങ തന്നെ ആയിരിക്കണം, പച്ചയായാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. വൻപയർ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ മത്തങ്ങ ഇട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഞാൻ രണ്ടും രണ്ടായിട്ടാണ് വേവിക്കുന്നത്. ചിലപ്പോൾ വൻപയർ മത്തങ്ങയുടെ ഒപ്പം വെന്ത് കിട്ടില്ല എന്ന് വരും. വൻപയറിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങയും വൻപയറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ജാറ് കഴുകിയ വെള്ളം കൂടി അല്പം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക. ഇനി ഒരു പാത്രം വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങാപ്പേരയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കുക. തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. തേങ്ങ വറുത്തത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയായി. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഓണം റെസിപ്പീസിൻ്റെ കുറേയേറെ വീഡിയോകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു.